പ്രിയപ്പെട്ട മക്കളെ, ജെറൂസലം പ്രയർ ലൈനിലേക്ക് 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും സ്നേഹപൂർവം യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അത്ഭുതകരമായ വചനം കേൾക്കുവാനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എല്ലാ ദിവസവും രാത്രിയിലും പ്രഭാതത്തിലും നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വചനം നോക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമല്ലേ? ദൈവവചനത്തിലൂടെ അനേക മക്കൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. വളരെയധികം അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് വിളിച്ചറിയിക്കുന്നുണ്ട്. വളരെയധികം ജീവിതങ്ങൾക്ക് സ്വാന്തനം നൽകുന്നതായി അറിയിക്കുന്നുണ്ട്. ഇന്നിതാ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. സമാധാനം സംസ്ഥാപിക്കുന്നവൻ ഭാഗ്യവാൻ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിൽ ജീവിതത്തിൻ്റെ ഊർജം നിറയ്ക്കുന്ന പവർ ഹൗസുകളാണ് സമാധാനം സംസ്ഥാപിക്കുന്നവർ. ഒന്നിനും സഹകരിക്കുന്നില്ല, എപ്പോഴും പൊട്ടിത്തെറിക്കുകയാണ് എന്ന് പറയുന്നവർ സമാധാനം സംസ്ഥാപിക്കുന്നവരുടെ മുമ്പിൽ വരുമ്പോൾ കീഴടങ്ങുന്നതായി കാണുന്നു. ജീവിതത്തിൽ സൗന്ദര്യവും കരുത്തും വിജയവും നമുക്ക് നൽകുന്ന സുഹൃത സമ്മാനമാണ് സമാധാനം. സമാധാനം വ്യക്തിയുടെ സാന്നിധ്യവും സമാധാനമുള്ള വ്യക്തിയുടെ സാന്നിധ്യവും സന്തോഷവും ആനന്ദങ്ങൾ പ്രദാനം ചെയ്ത് സ്വർഗീയമായ മാതിരി സമ്മാനിക്കുന്നു. പരാജയങ്ങൾ ജീവിതത്തിന് പരുക്ക് ഏൽപ്പിക്കപ്പെടുമ്പോഴും കണ്ണിന് തിളക്കം കുറഞ്ഞു വരുമ്പോഴും സൂര്യപ്രഭ തൂകുന്നവരാണ് സമാധാനം പാലിക്കുന്നവർ. സന്തോഷത്തോടുകൂടിയ ഒരു ചെറുപുഞ്ചിരി, ആത്മാർത്ഥ നിറഞ്ഞ ഒരു വാക്ക് ക്ഷീണം മാറ്റും, ഉത്സാഹം ഉണ്ടാക്കും, ആനന്ദം നിറയ്ക്കും. അതാണ് സമാധാനത്തിൻ്റെ പ്രത്യേകത. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി സമാധാന പാലകരുടെ ഒരു വലിയ അഭിഷേകമാണ്. സമാധാനം നമ്മുടെ പരിശ്രമങ്ങളിൽ, നിസ്സാരമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലും, സമാധാനം പരിശ്രമങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വരുന്ന ചില വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും ശ്രദ്ധിക്കുക. അവർ സമാധാനത്തെ തച്ചുടയ്ക്കുകയും കുടുംബ സമാധാനത്തെ തകർക്കുകയും ചെയ്യും. സമാധാനമുള്ളവർ പരസ്പരം സപ്പോർട്ട് ചെയ്യും. സമാധാനമുള്ളവർ ഭവനത്തിൽ വരുമ്പോൾ വലിയ ആനന്ദമുണ്ടാകും. മകളെ, സമാധാനം സംസ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എനിക്കും ഒരു ദൈവപുത്രനാകണം, പുത്രിയാകണം. എനിക്കും സമാധാനത്തിൻ്റെ ഒരു പ്രവാചകനാകണം, പ്രവാചികയായി മാറണം. ഓരോ ഹൃദയത്തിനും ഓരോ കുടുംബത്തിനും സമാധാനത്തിന് വേണ്ടി, ഓരോ ദേശത്തിനും ഓരോ തലമുറയ്ക്കും സമാധാനത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ ഒരു മാർഗം വചനം ശ്രവിക്കുക, വചനം പഠിക്കുക, വചനം അനുസരിക്കുക. അതിന് ഈ പ്രയർ ലൈൻ നമ്മെ സഹായിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.